സുഹൃത്തുക്കളെ, ഏകദേശം 2 വർഷം മുമ്പ് ഞാൻ ABC മലയാളത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുത്തെ സ്റ്റാഫ് പാറ്റേണിലൊന്നുമില്ല, പിന്നെ റോൾ ലിസ്റ്റിലില്ല, ഒന്നുമില്ല. ചെയ്യുന്ന പ്രോഗ്രാം അതിന് പെർ പ്രോഗ്രാമിനാണ് അന്ന് പിന്നെ അതിൻ്റെ വേതനം മേടിച്ചിരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഞാൻ സന്ദീപ് വാര്യരെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നത്. സന്ദീപ് വാര്യരും ഞാനും തമ്മിൽ ഞങ്ങൾക്ക് പരസ്പരം അറിയാം. എനിക്ക് സന്ദീപിനെ അറിയാം, സന്ദീപിനെ എന്നെ അറിയാം. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന അന്നാണ്. അന്ന് ആ ഇൻ്റർവ്യൂവിൻ്റെ ഇൻട്രോ ഇങ്ങനെയാണ്. ആദ്യത്തെ എൻ്റെ സംസാരം തുടങ്ങുന്നത് എന്താ വാര്യരെ നന്നാവാത്തതെന്ന് ചോദിച്ചിട്ടാണ്. അപ്പം എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. എന്താണോ വാര്യരെ എന്നല്ല, എന്താ വാര്യരെ നന്നാവാത്തതെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൽ പോയതിനു ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്നത് പലതും എന്തൊക്കെ ഒരു തൃക്കാക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ജോ ജോസഫിൻ്റെ നിലവാരത്തിലേക്ക് സന്ദീപ് താഴരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ജോ ജോസഫിന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിചയമൊന്നുമില്ല. അദ്ദേഹം ഒരു ഹൃദ്രോഗ വിദഗ്ധനായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയായപ്പോണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിഭ്രാന്തി, ഒരു സ്ഥലകാല ഭ്രമം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സന്ദീപ് അങ്ങനെയല്ല. സന്ദീപ് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ആ രീതിയിൽ കോൺഗ്രസിൽ പോയപ്പോഴാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള പക്വതയോട് കൂടി സംസാരിക്കണം. എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയാൻ ഇഷ്ടംപോലെ ആൾക്കാർ കോൺഗ്രസിലുണ്ട്. അങ്ങനെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ച് യാതൊരു സെൻസും ഇല്ലാതെ പറയുന്ന ആളുകളാൽ സമ്പന്നമായ ഒരു പാർട്ടിയിൽ പിന്നെ സന്ദീപിനെയും കൂടി ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വ്യത്യസ്തമായൊരു വഴിയിൽ അവിടെയെങ്കിലും പ്രാഗൽഭ്യം തെളിയിക്കുക വേണ്ടത്. ഇപ്പം തന്നെ സന്ദീപ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എനിക്ക് ആകെ ഗോവിന്ദമാഷ് സംസാരിക്കുന്ന മാതിരിയാണ്. എനിക്കറിയില്ല. ആനയും കടലും മോഹൻലാലും മലയാളിക്ക് ഒരിക്കലും മടുക്കില്ല. അതേപോലെയാണ് കെ മുരളീധരൻ. എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. എന്ത് യുക്തിഭദ്രത അതിനുള്ളതെന്ന് മനസ്സിലായിട്ടില്ല. എന്തൊട്ട് താരതമ്യമാണെന്ന് ബോധ്യമാവണില്ല. ആന എന്ന് പറഞ്ഞിട്ട് മുരളീധരൻ അവഹേളിക്കുക ചെയ്തതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ആന എന്ന് പറഞ്ഞാൽ വലിയൊരു ജീവിയാണ്, പക്ഷെ അതിന് ബുദ്ധിയില്ല. അതിനെ ഒരു കമ്പ്, ഒരു തോട്ടി എന്ന് പറഞ്ഞാൽ ഒരു കമ്പാണല്ലോ. ആ കമ്പും കൊണ്ട് നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ്. അതിനോട് തടി പിടിക്കാൻ പറഞ്ഞാൽ തടി പിടിക്കും, അതിനോട് എഴുന്നള്ളാൻ പറഞ്ഞാൽ എഴുന്നള്ളും, അതിനോട് ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും, കിടക്കാൻ പറയുമ്പോൾ കിടക്കും. കുറച്ച് പനമ്പട്ട ഇട്ട് കൊടുത്താൽ മതി ആനയ്ക്ക്. അതേപോലെ അധികാരത്തിൻ്റെ ഒരു ചെറിയ പനമ്പട്ട കഷ്ണം ഇട്ട് കൊടുക്കുകയും ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ കമ്പിട്ട് നിയന്ത്രിക്കാൻ നോക്കിയാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നതിന് വിധേയനാവുകയും ചെയ്യുന്ന ഒരു അടിമയാണ് മുരളീധരൻ എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ അടിമയായ ആന മുരളീധരൻ്റെ പാപ്പാൻ ആരാണെന്നും കൂടി പറയണം. ആരാണ് മുരളീധരനെ നിയന്ത്രിക്കുന്നത്? ശരിക്കും മുരളീധരനെ അവഗണിക്കുക. മുരളീധരൻ കരുതി ഒക്കെ എന്നെ പൊക്കി പറഞ്ഞു എന്നാ. എനിക്കറിയില്ല ഇവർക്കൊക്കെ പറ്റുന്ന കുഴപ്പമെന്നുള്ളത്. വേറൊന്ന് കടല്. അപ്പോൾ ഈ മഴവില്ല്, മഴ, പുഴ, പാടം, ഇതിനൊക്കെ സൗന്ദര്യമില്ലേ? മരുഭൂമിക്ക് സൗന്ദര്യം ഉണ്ടെന്നേ. മരുഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാത്തതുകൊണ്ടാണ്. മരുഭൂമിയിൽ ഏറ്റവും കാഠിന്യമേറിയ ജീവിതമാകുമ്പോഴും മരുഭൂമിക്ക് ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചിട്ടുള്ളതാണ്. അത് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാനസികാവസ്ഥയോട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഞാൻ ഈ ഷോപ്പിംഗ് മാളിലൊന്നും പോകാത്ത ആളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെയാണ് വിളിച്ചു പറയുക. അതേപോലെ തന്നെ മോഹൻലാൽ. അപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ മടുക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ മമ്മൂട്ടിനെ മടുക്കുമോ? ഇന്ദ്രൻസിനെ മടുക്കുമോ? തിലകനെയും NF വർഗീസിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ആരെയും മടുക്കണേ? മഞ്ജു വാര്യരെ മടുക്കുമോ? പ്രേം നസീറിനെയും സത്യനെയും ജയനെയും ഇന്നും മനസ്സിലേറ്റി നിൽക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരുണ്ട്, ജീവിച്ചിരിക്കുന്നവർ. പ്രായമുള്ള 10, 70, 75 വയസ്സുള്ള കാരണവന്മാരുണ്ട്. അപ്പോൾ പറയുന്നതിനൊക്കെ ഒരു സെൻസിബിളായിട്ട് സംസാരിക്കുക എന്നുള്ളത് കാര്യം അദ്ദേഹം പഠിക്കേണ്ടതാണ്. ഇത് ഒരുമാതിരി ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളല്ല, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാനല്ല എന്നൊക്കെ പറഞ്ഞ താത്വികമായ വർത്താനം മലയാളിക്ക് അതിനർത്ഥം മനസ്സിലാവണില്ല. CPM-ലെ P. രാജീവോ അല്ലെങ്കിൽ ഇവരൊക്കെ പറയണ പോലെ ചിന്താ ജെറോമോ ഒക്കെ സംസാരിക്കുന്ന നിലവാരത്തിലേക്ക് സന്ദീപ് തരം തരുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. നമ്മളിപ്പോൾ സന്ദീപിൻ്റെ വെൽവിഷറാണ്. സന്ദീപിനെ വിളിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. വിളിച്ചിട്ടില്ല എന്നാണ് കാരണം സന്ദീപ് ഇങ്ങോട്ട് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വിളിക്കില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഇങ്ങോട്ട് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വിളിക്കില്ല. ഇങ്ങോട്ടൊന്നും വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയൂലായിരുന്നു. കാരണം സന്ദീപിന് പല കാര്യങ്ങളും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാൾ ഒരു സമയത്ത് പെട്ടെന്ന് എന്നിട്ട് പോയിട്ട് വിഡ്ഢിത്തരങ്ങൾ മുഴുവൻ പറയാം. അവനൊരു പാർട്ടിക്ക് പോയി, അതിനൊന്നും കുഴപ്പമില്ല. സന്ദീപിന് ആ പാർട്ടിയിൽ പോകാൻ തോന്നി, ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. എല്ലാവരും എത്രയോ പാർട്ടിയിൽ 3-4 പാർട്ടി പോയ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ പോയിട്ട് സന്ദീപിനെ പോലെ ഒരാൾ ആരെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സന്ദീപിനെ പോലെ ഒരാൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പം ഒരു സെൻസ് വേണമെന്നുള്ളതാണ്. പിന്നെ
പിന്നെ സ്നേഹത്തിൻ്റെ കടയല്ല, സ്നേഹത്തിൻ്റെ ചായക്കടയാണ്. ഇദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അധിക്ഷേപിച്ചിട്ടില്ല. 6 മാസം മുമ്പ് വരെ അദ്ദേഹത്തിനായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചുമതല. അദ്ദേഹം പല രീതിയിലും അധിക്ഷേപിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ പിന്നെ അന്തർദേശീയ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ചായക്കടയിൽ പോയിട്ട്, സ്നേഹത്തിൻ്റെ ചായക്കടയിൽ പോയിട്ട് ബോണ്ട ചായ ഇറ്റ്സ് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന് ചായയും ബോണ്ടയൊക്കെ കഴിക്കാം. അത് മാത്രമല്ല, ഇടയ്ക്ക് പാണക്കാട്ട് തങ്ങളെയൊക്കെ വീട്ടിൽ പോയിട്ട് കുടപ്പനക്കുന്ന് തറവാട്ടിലൊക്കെ പോയിട്ട് ഞാൻ പോയിട്ടില്ല. സാധിക്കൽ തങ്ങളെ വീട്ടിൽ എൻ്റെ കൂടെ എൻ്റെ മുസ്ലിം ലീഗിൻ്റെ പിന്നെ സുഹൃത്തുക്കളുടെ കൂടെ പോയിട്ടുള്ള സാധിക്കൽ തങ്ങൾ എന്നോട് മാന്യമായിട്ടാണ് പെരുമാറിയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ പിന്നെ ഇപ്പോൾ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ അറിയാം, ഫേസ്ബുക്കിൽ. അപ്പം ഇത് പിന്നെ ഇനിയിപ്പം മൂപ്പർക്ക് ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയുടെ കൂടെ ചായ ബോണ്ട പരിപ്പ് കൂടെയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ മാതിരി പിന്നെ അതിനാണല്ലോ വന്നിരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ട്, അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റും. ഇദ്ദേഹം പാണക്കാട്ട് തങ്ങളൊക്കെ എത്ര അധിക്ഷേപിച്ചിട്ടുണ്ട്. അവിടെ തുപ്പി ഭക്ഷണം കൊടുക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓതി കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ അങ്ങനത്തെ വർത്തമാനത്ത് വരെ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് തുടക്കം തൊട്ട് പറയുന്ന ഒരാളാണ് ഞാൻ എല്ലാ കാലത്തും. സന്ദീപിന് ഇപ്പോഴാണ് വിവേകം ഉണ്ടായത് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗ് പിന്നെ കേരളത്തിൻ്റെ മതേതര ഘടന നിലനിർത്തുന്നതിനകത്ത്, സെക്യുലർ ഫാബ്രിക്കിനകത്ത് വലിയ സംഭാവന ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ വയനാട് പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിലീഫ് ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കല്ല കൊടുത്തത്. ഞാൻ ഇവരിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് കൊടുത്തത്. എൻ്റെ വക സംഭാവന ചെറുതാണെങ്കിലും കൊടുക്കുക മാത്രമല്ല, ഞാൻ പോസ്റ്റും ചെയ്തു. ഞാൻ കൊടുത്ത സംഭാവന കണ്ടിട്ടാണ് അത് പിന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് പിന്നെ ചലച്ചിത്ര താരവും സംവിധായകനും നാടക പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള പിന്നെ ജോയിയേട്ടൻ അത് കണ്ടിട്ടാണ് പിന്നെ കൊടുത്തത്. ജോയിയേട്ടൻ ഫേസ്ബുക്കിലിട്ട കുറിപ്പിലും പറഞ്ഞു രാജൻ്റെ ഇതിൽ നിന്നാണ് ഞാൻ കണ്ടതെന്നുള്ളത്. ജോയിയേട്ടൻ്റെ വകയിൽ സംഭാവന കൊടുത്തു. ജോയിയേട്ടൻ കൊടുത്തത് കണ്ടിട്ടാണ് ഷാജസ് കറിയ, മറുനാട് മലയാളി ഷാജസ് കറിയ 1 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക്. ഞങ്ങൾ ആരും വേറെ ഒരു ഫണ്ടിലേക്കും കൊടുത്തിട്ടില്ല. ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് കൊടുത്തത്. സേവാഭാരതിൻ്റെ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സേവാഭാരതിക്കും കൊടുക്കുമായിരുന്നു കോൺട്രിബ്യൂഷൻ. എന്നാൽ ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഫണ്ട് എത്തുമെന്ന് ഉറപ്പുള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കുമായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് മനസ്സിലാക്കാൻ മലപ്പുറത്ത് ജനിച്ച, മലപ്പുറത്തിനോട് അടുത്ത് നിൽക്കുന്ന മലബാറിലുള്ള സന്ദീപ് വാര്യർക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നലുണ്ടാകുക. വെളിപാട് രാവിലെ ഇങ്ങനെ കുറിച്ച് പല്ല് തേച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് മതേതര പാർട്ടി, മറ്റേത് സ്നേഹത്തിൻ്റെ ചായകട, മറ്റേത് വിദേശത്തിൻ്റെ കൂടാരം എന്നൊക്കെ പറയാം. ഇതൊക്കെ ഒരുമാതിരി ഗിമ്മിക്സ് ആണ് സന്ദീപേ. ഇത്രയും നിലവാരത്തിൽ ഇങ്ങനെ നിലവാരം വിട്ട് പെരുമാറരുത്. രാഷ്ട്രീയം വിട്ട് സന്യസിക്കാൻ പോയാൽ പോലും അവനവൻ്റെ ആത്മാഭിമാനം പണയം വെക്കരുത്, അവനവൻ്റെ നാക്ക് പണയം വെക്കരുത്, അവനവൻ്റെ തലച്ചോറ് പണയം വെക്കരുത്, സ്വയം വിൽക്കാൻ നിൽക്കരുത്. അത് രാഷ്ട്രീയത്തിലെ പ്രോസ്റ്റിറ്റ്യൂഷനാണ്, പൊളിറ്റിക്കൽ പ്രോസ്റ്റിറ്റ്യൂഷനാണത്. സ്വയം വിൽക്കാൻ നിൽക്കരുത്. ഇന്ന് തന്നെ പിന്നെ റിപ്പോർട്ടർ ചാനലിൽ ആരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പിന്നെ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേരുമ്പോൾ ചെറിയ പ്രയാസമൊക്കെ തോന്നില്ലേ, ബുദ്ധിമുട്ടൊക്കെ തോന്നില്ലേ, പിന്നെ അതിനകത്തൊരു ബുദ്ധിമുട്ട് പൊരുത്തപ്പെട്ട് വരാൻ, സമരസപ്പെടാൻ എന്ന് തോന്നുമ്പോൾ എന്ന് ചോദിക്കുമ്പം സന്ദീപ് കൊടുത്ത മറുപടി എത്ര ബാലിശാണെന്നറിയോ. സന്ദീപ് പറയാണ് 24 ന്യൂസ് വിട്ടിട്ട് റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നപ്പോൾ അരുണിന് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലേന്ന്. അതായത് രാഷ്ട്രീയം ഒരു തൊഴിലാണ് എന്ന്, മറ്റേത് തൊഴിലാണ്. ഒരു കമ്പനി വിട്ടിട്ട് വേറെ കമ്പനിക്ക് പോകണ മാതിരിയാണ് BJP വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോയത് എന്നുള്ളത് അത് പറയുകയാണ്, അബദ്ധങ്ങൾ വിളിച്ച് പറയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്ദീപ് ഏറ്റവും അടിയന്തരമായൊരു ഡോക്ടറെ കാണണം. സന്ദീപിനും ഒരു പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു തരം പറയുന്ന കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞിടത്തുനിന്നൊക്കെ ഒരു നിലവാരമില്ലാത്ത രീതിയിലേക്ക് സന്ദീപ് സ്വയം താഴുകയാണ്. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടുന്ന ആളല്ല സന്ദീപിനെ പോലെയുള്ള ചെറുപ്പക്കാരെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയണേ. അതുകൊണ്ട് നല്ല നമസ്കാരം, വേറൊന്നും പറയാനില്ല. സന്ദീപ് ജി കി ജയ്.